Hello friends, this is Milan and welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ Wondershare Dr.Fone എന്ന് പറയുന്ന സിസ്റ്റം റിപ്പയർ സോഫ്റ്റ്വെയറിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം റിപ്പയർ എന്ന് പറയുന്നത് ഫുള്ളി iOS സിസ്റ്റം റിക്കവറി സോഫ്റ്റ്വെയർ ആണ്. അതിൽ ഏറ്റവും ടോപ്പിൽ നമുക്ക് ഹൈലൈറ്റഡ് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കിപ്പം ബൂട്ട് ലൂപ്പ്, അതേപോലെ തന്നെ ചിലപ്പോൾ ആപ്പിൾ ലോഗോ ഓൺ ആകും, ഓഫ് ആകും, നമ്മൾ ഹോം സ്ക്രീനിലേക്ക് കിടക്കത്തില്ല. അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ അത് സോഫ്റ്റ്വെയറിൻ്റെ ബഗ് കൊണ്ട് അല്ലെങ്കിൽ എറേഴ്സ് കൊണ്ട് ഉണ്ടാകുന്നതാകാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതുപോലത്തുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് അത് റിക്കവർ ചെയ്ത് അല്ലെങ്കിൽ അത് ഫിക്സ് ചെയ്ത് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ബാറ്ററിയുടെ ഇഷ്യൂ ആകാനും ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് റിക്കവർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഐഫോണിലെ ഡേറ്റാസ് ഒന്നും തന്നെ ലോസ് ആകാതെ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഫിക്സ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഇത് iOS 14 സപ്പോർട്ടഡ് ആയിട്ടുള്ള iPhone 6s മുതൽ iPhone 12 Pro Max വരെയുള്ള എല്ലാ ഐഫോണുകളും ഐപാഡും ഐപോഡ് ടച്ചുകളും സപ്പോർട്ടഡ് ആണ്. അതേപോലെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ തന്നെ ഈ ഒരു സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം, നമുക്കിവിടെ ഡൗൺലോഡിങ് ഓപ്ഷൻസ് ഉണ്ട്. ബോത്ത് വിൻഡോസിന് അവൈലബിൾ ആണ്, അതേപോലെ തന്നെ മാക്കിനും അവൈലബിൾ ആണ്. അപ്പം രണ്ട് യൂസേഴ്സിന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതൊരു ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അല്ല, ഇതൊരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രൈസിങ്ങിൽ കൊടുക്കുമ്പം നിങ്ങൾക്ക് കാണാം 1 year ലൈസൻസ് ചാർജ് എന്ന് പറയുന്നത് അതിന് $70 ആണ്, ലൈഫ് ടൈം $80 ഒക്കെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ഇതിൻ്റെ ട്രയൽ വേർഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രയൽ വേർഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതിന് ശേഷം മാത്രം നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇവിടെ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ധാരാളം പ്രോബ്ലംസ് അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിസ്റ്റം റിക്കവറി മോഡിൽ സ്റ്റക്ക് ആയിരിക്കുന്നു, DFE മോഡിൽ, അല്ലെങ്കിൽ വൈറ്റ് സ്ക്രീൻ ഓഫ് ഡെത്ത്, ഐഫോൺ ഫ്രോസൺ ആവുന്നു. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഐട്യൂൺസ് ഉപയോഗിച്ച് നമുക്കിപ്പം ഓരോ അപ്ഡേറ്റ് വരുമ്പം ചിലർക്കെങ്കിലും പ്രീവിയസ് അപ്ഡേറ്റിലെ ബഗ്ഗുകളൊന്നും ഫിക്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെയും ഇങ്ങനെ റീറ്റെയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ ഐട്യൂൺസ് ഉപയോഗിച്ച് സിസ്റ്റം സോഫ്റ്റ്വെയർ മൊത്തം റിക്കവർ ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ റീഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മുടെ ഡേറ്റാസ് ഒന്നും തന്നെ ബാക്കപ്പ് എടുക്കാതെ തന്നെ നമുക്ക് റിക്കവറി അല്ലെങ്കിൽ റിപ്പയർ ഒക്കെ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഡേറ്റ വിത്തൗട്ട് ലൂസിങ് ഡേറ്റാസ്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഡൗൺഗ്രേഡ് ചെയ്യാനും പറ്റും, ഐട്യൂൺസ് ഉപയോഗിക്കാതെ തന്നെ ഡൗൺഗ്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡൗൺഗ്രേഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഡൗൺഗ്രേഡ് എല്ലാത്തിലും നമുക്ക് ആക്സസിബിൾ അല്ല. കാരണം ആപ്പിൾ വൺസ് ഇപ്പം കറണ്ടിൽ റൺ ചെയ്യുന്നത് iOS 14 ആണ്. അതുകൊണ്ട് തന്നെ iOS 13 ആപ്പിൾ ഇപ്പം അൺസൈൻ ചെയ്തേക്കുവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് iOS 13 ഇനി പോകാൻ പറ്റത്തില്ല. അപ്പം സൈൻഡ് ആയിട്ടുള്ള IPSW ഫയൽസ് ഏതാണോ അതിലേക്ക് നമുക്ക് ഡൗൺഗ്രേഡ് ചെയ്യാം. ഏറ്റവും താഴേക്ക് പോകുമ്പോൾ നമുക്കിവിടെ രണ്ട് റിക്കവറി മെത്തേഡ്സും മോഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ്, അഡ്വാൻസ്, അതിലേക്കൊക്കെ നമുക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഡൗൺലോഡ് ചെയ്യേണ്ടവർക്ക് അല്ലെങ്കിൽ പേജ് വിസിറ്റ് ചെയ്യേണ്ടവർക്ക് അവിടെ പോയി ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ സോഫ്റ്റ്വെയറിലേക്ക് പോകുമ്പം ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ. ഇതിൽ ധാരാളം ഫീച്ചേഴ്സ് കൊടുത്തേക്ക് നിങ്ങൾക്ക് കാണാം. ഡേറ്റ റിക്കവറി, ഐഫോൺ മാനേജ്മെൻറ്റ്, അതേപോലെ തന്നെ നമുക്ക് വാട്സാപ്പിൻ്റെ ഡേറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടാണ് ഡെഡിക്കേറ്റഡ് വാട്സാപ്പ് ട്രാൻസ്ഫറിനെ പറ്റി. ഇതിനകത്തുള്ള ഒരു ഫീച്ചറാണ്. അതേപോലെ ഇപ്പം ലോക്ക് സ്ക്രീനിലൊക്കെ നിൽക്കുന്ന ഫോണുകളിലെ പാസ്വേഡൊക്കെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോക്ക് സ്ക്രീൻ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പറ്റും. അതേപോലെ തന്നെ ഫോൺ ട്രാൻസ്ഫർ, ബാക്കപ്പ്, എറേസ്, വെർച്വൽ ലൊക്കേഷൻ, അതിനെപ്പറ്റിയൊക്കെ ഞാൻ വീഡിയോ ചെയ്തതാണ്. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്ന സിസ്റ്റം റിപ്പയറിനെ പറ്റിയാണ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് വരുന്നത്. ഇതിൽ രണ്ട് മോഡ്, നമ്മൾ മുമ്പേ കണ്ട സ്റ്റാൻഡേർഡ് മോഡും അഡ്വാൻസ് മോഡും ഉണ്ട്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് മോഡിലാണെങ്കിൽ നമുക്ക് ഡേറ്റാസ് ഒക്കെ റീറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മോഡ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. ഇതല്ല, നമ്മൾ അഡ്വാൻസ് മോഡാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഡേറ്റാസ് മൊത്തം ലോസ് ആവും. അതാണ് അതിനകത്ത് പ്രശ്നം. അപ്പം കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് അഡ്വാൻസ് മോഡ് എടുക്കാവുന്നതാണ്. ഇനി സ്റ്റാൻഡേർഡ് മോഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം അതർ ഡിവൈസസ് ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പം ഹോം ബട്ടൺ, ഫിസിക്കൽ ഹോം ബട്ടൺ ഉള്ള ഡിവൈസുകൾക്കൊക്കെ ആണെങ്കിൽ iPhone 6s, 6, 5s ഒക്കെ ആണെങ്കിൽ ഈ ഒരു മെത്തേഡ് കണ്ടിന്യൂ ചെയ്യാം. 7ഉം 7+ ആണെങ്കിൽ അതിന് ഈ ഒരു മെത്തേഡിൽ, അതായത് വോളിയം ഡൗൺ ബട്ടണും പവർ ബട്ടണും കൂടെ പ്രസ് ചെയ്തുകൊണ്ട് വേണം. iPhone 8 മുതൽ iPhone 12 Pro Max വരെയുള്ളവർക്ക് ഈ ഒരു മെത്തേഡും അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ iPhone 7 കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ iPhone 7 ആദ്യം ഈ ഒരു DFE മോഡിൽ അല്ലെങ്കിൽ കണക്റ്റീവ് ഐട്യൂൺസ് എന്ന് പറഞ്ഞ ആ മോഡിലേക്ക് ആക്കാം. അതിനുവേണ്ടി ഈ ഒരു വോളിയം ഡൗൺ ബട്ടണും പവർ ബട്ടണും കൂടെ ഹോൾഡ് ചെയ്ത് പിടിക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഫോൺ ഷട്ട് ഡൗൺ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഷട്ട് ഡൗൺ ചെയ്തതിന് ശേഷം വൺസ് നമ്മുടെ ഫോൺ ഷട്ട് ഡൗൺ ആയി കഴിയുമ്പോൾ നമ്മൾ വോളിയം ഡൗൺ ബട്ടണും പവർ ബട്ടണും ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നമ്മൾ റിക്കവറി മോഡിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രം മതി. സ്ക്രീൻ ഓഫ് ആയി കഴിയുമ്പം നമ്മൾ രണ്ട് കൈയും റിലീസ് ചെയ്യുക. അപ്പം നമ്മൾ റിക്കവറി മോഡിലേക്ക് എൻ്റർ ആവും. വൺസ് നമ്മൾ എൻ്റർ ആയി കഴിയുമ്പം ഇവിടെ രണ്ട് ഓപ്ഷൻസ് കാണിക്കും. നമ്മളുടെ ഡിവൈസ് മോഡൽ 7, സിസ്റ്റം വേർഷൻ ഇത് 14.3 ആണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ IPSW ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സോഫ്റ്റ്വെയർ തന്നെ IPSW ഫയൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അതല്ല, നമ്മൾ ഓൾറെഡി IPSW.me എന്ന് പറഞ്ഞ സൈറ്റിൽ പോയി ഇതിൻ്റെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഈ ഒരു 14.3 ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്യുക, എവിടെയാണോ നമ്മൾ ഡൗൺലോഡ് ചെയ്തെങ്കിൽ IPSW ഫയൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഫിക്സ് നൗ എന്ന് പറയുന്ന ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും.
ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. റിപ്പയറിങ് കംപ്ലീറ്റ് ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പോപ്പ് വന്നു. അപ്പോൾ ഡൺ കൊടുക്കുക. ഡൺ കൊടുത്ത് കഴിഞ്ഞ് നമ്മുടെ ഫോൺ റീസ്റ്റാർട്ട് ആവും. റീസ്റ്റാർട്ട് ആക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം നമ്മുടെ OS ഫ്രഷ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഡാറ്റാസ് ഒന്നും പോകാതെ തന്നെ നമുക്ക് ബഗ്ഗുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു പരിധിവരെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഡോക്ടർ ഫോണിൻ്റെ സിസ്റ്റം റിക്കവർ എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം. ട്രൈ നോക്കണമെങ്കിൽ ഇവിടെ ട്രയൽ വേർഷൻസ് ഉണ്ട്. അപ്പം പോയി ഡെഫിനറ്റ്ലി ട്രൈ നോക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys in the next video. Till then, peace.